ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله. അള്ളാഹുവിനെ അങ്ങോട്ട് സ്നേഹിക്കാന്ന ഖുർആൻ പറഞ്ഞത്. റബ്ബ് ഇങ്ങോട്ട് സ്നേഹിക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? അള്ളാഹുവിന്റെ സ്നേഹം ഇങ്ങോട്ടുണ്ടോന്ന് അറിയണ്ടേ? അള്ളാഹുവിന്റെ സ്നേഹം ഇങ്ങോട്ടും കിട്ടണ്ടേ? അത് കിട്ടുന്നുണ്ടോന്ന് എങ്ങനെ അറിയും? അതിന് അടയാളങ്ങളുണ്ട്. നമ്മുടെ ജീവിതം അതിന്റെ അടയാളമാണ്. പരിശുദ്ധരായ ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ ഹമാഹു ദുനിയാ. അള്ളാഹുവിന്റെ ദിവ്യമായ സ്നേഹം ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവന്റെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ, അവന്റെ അടിമകളിൽ അവൻ ഇഷ്ടപ്പെടുന്ന ആണിനെയും പെണ്ണിനെയും അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ, ആ ഇഷ്ടപ്പെട്ട ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിച്ചിരിപ്പുണ്ട്, ഈ സദസ്സിലുണ്ട്, നമ്മുടെ മഹല്ലിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. എന്ത് ചെയ്യുന്ന? ഹമാഹുദ്ദുന്യാ, ഭൗതികമായ സുഖ സൗകര്യങ്ങൾ അള്ളാഹു നൽകാതെ അള്ളാഹു അവരെ തടഞ്ഞു വെച്ച് നിർത്തും. കമായദല്ലു അഹദുക്കും യഹ്മീ സഖീമഹുൽ മാ. ഹാർട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞാൽ, ആൻജിയോ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് തീർക്കൂലേ? ഡോക്ടർമാര് പറയും, ഉമ്മാക്ക് അല്ലെങ്കിൽ വാപ്പാക്ക് 3 ആഴ്ചയോ 1 മാസത്തിനോ 1 കപ്പ് വെള്ളമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയും, അല്ലേ? ഉമ്മ പറയും, മക്കളെ വെള്ളം തരും, ഉമ്മാക്ക് ദാഹിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു, ഉമ്മ തരാൻ പറ്റില്ല. ഉമ്മ കുറെ കട്ട് കുടിക്കാൻ വേണ്ടി നോക്കും, അല്ലെങ്കിൽ വാപ്പ പോയിട്ട് ആരും കാണാതെ കുടിച്ചേക്കും. ബ്ലഡ് ലൂസാവാനുള്ള മരുന്ന് കൊടുത്തിരിക്കുകയാണ്, അതിലേക്ക് വെള്ളം കൂടെ കയറി ചെന്നാൽ അപകടം സംഭവിക്കും. അതുകൊണ്ടും ആ വെള്ളം കുറച്ചേ കുടിക്കാവൂ, 1 മാസത്തേക്ക് 2 മാസത്തെ, അത് കഴിഞ്ഞാൽ പിന്നെ കുടിക്കാം. അതുവരെ നിങ്ങൾക്ക് വെള്ളം ലിമിറ്റഡാണ്. 2 കപ്പ്, 1 കപ്പ്, 3 കപ്പ്, അതിനപ്പുറം ഒരു ദിവസം കുടിച്ചേക്കരുത്. ഇത് പറഞ്ഞാൽ പിന്നെ ദാഹം വരും. അങ്ങനെയാണ് കൊറോണക്ക് അങ്ങനെയല്ല കുടുങ്ങിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങരുതെന്ന് പറഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ മുട്ടുകയാണ്. അങ്ങനെ പോലീസുകാരെന്ന് അടി കൊണ്ടിട്ട് തിരിച്ചു വരികയാണ്. ഇറങ്ങരുത് എന്ന് പറഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ തോന്നും. ഇറങ്ങിക്കോന്ന് പറഞ്ഞാൽ ഇപ്പോൾ എവിടെയും പോയില്ല എന്ന്, 2 ആഴ്ചക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയില്ല എന്ന് വരും. പക്ഷെ ഇറങ്ങരുത് എന്ന് പറഞ്ഞവരടങ്ങാറാണ്, അല്ലേ? പള്ളികളൊക്കെ ഉണ്ട്, ജനൽ ഇവിടെ തുപ്പരുത്, അവിടെ തന്നെ പോയി തുപ്പും. എന്താ ഇപ്പോൾ ഇതേക്കാനെന്ന് വെച്ചിട്ടില്ലേ? അപ്പോൾ ഒരു ചിത്താന്തമാണ്, അല്ലെങ്കിൽ ഒരു കിർക്കാണ് ചില ആളുകൾക്ക്. ചില കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യണമെന്ന് തോന്നും. വെള്ളം കുടിക്കരുത് എന്ന് ഡോക്ടർമാര് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ രോഗികൾക്ക് പച്ചവെള്ളം കൊടുക്കാതെ നിങ്ങൾ അവരെ തടഞ്ഞു നിർത്തുന്ന പോലെ അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഭൗതിക സൗകര്യങ്ങൾ കൊടുക്കാതെ അള്ളാഹു തടഞ്ഞു വെക്കുന്നുണ്ട്. അത് അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൈസ ഉണ്ടാവില്ല എന്നല്ല അതിനർത്ഥം. അള്ളാഹു പൈസ കൊടുക്കുന്ന അവൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ദുന്യ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, സമ്പത്ത്, നമ്മുടെ വാഹനം, വീട്, നമ്മുടെ നാട്, മലകള്, പർവ്വതം, ആകാശം, മനോഹരമായ കാഴ്ചകള്, ഇതൊക്കെ ആലമാണ്, ഈ ലോകമാണ്. ദുന്യാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ ഇതിനെ അനുഭവിക്കുന്നത് അതിനാണ് ദുന്യാവ് എന്ന് പറയാം. ആലം, ലോകം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. പക്ഷേ ദുന്യാവ് എന്ന് പറയുന്നത് our experience of this world, നമ്മൾ എങ്ങനെയാണോ ഈ ലോകത്തെ അനുഭവിക്കുന്നത് അതിനാണ് ഈ ദുന്യാവ് എന്ന് പറയാം. എന്നല്ലാതെ പൈസക്ക് ദുന്യാവ് എന്ന് പറയില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 1000 ഒട്ടകങ്ങളെ ദീനിന് സ്വതക്ക കൊടുത്തു. പൈസ ഇല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുമോ? ആളുകൾ ഹജ്ജിനും ഉംറക്കും പോകുന്നില്ലേ? അള്ളാഹ് പൈസ കൊടുത്തോണ്ടല്ലേ ചെയ്യാൻ പറ്റുന്നത്. ദാനം, നമ്മുടെ പള്ളികളും ഈ സ്ഥാപനവും നമ്മുടെ ഈ ചാരിറ്റബിൾ സൊസൈറ്റി ഒക്കെ ഇവിടെ ഉണ്ടായില്ലേ? പൈസ ഉണ്ടായിട്ടില്ലേ? അത് നേരെ മറിച്ച് അതിലേക്ക് മനസ്സ് കൊടുക്കുക. മനസ്സ് മുഴുവൻ പൈസയുടെ പിന്നാലെ, ആകെ ചിന്ത പൈസയാണ്. വീട്, പറമ്പ് വാങ്ങിക്കുക, സ്ഥലം എടുക്കുക, വീടുണ്ടാക്കുക, വാഹനം മേടിക്കുക, ഭക്ഷണം കഴിക്കുക, കറങ്ങുക, ഇത്ര തന്നെ ആഗ്രഹമുള്ളൂ. മരണം ചിന്തിക്കാൻ പോലും കഴിയില്ല, ആഖിറം ആലോചിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ നടക്കുന്നതിനെയാണ് ദുന്യാവ് എന്ന് പറയാ. അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ടവർക്ക് ആ ബോധം കൊടുക്കൂല. അവർക്ക് പൈസ ഉണ്ടോ? ഇത് അള്ളാഹ് തന്ന പൈസയാണ്, ഫീ സബീലില്ലാഹ്. അല്ലാത്തവൻ പിശുക്കും, തരാൻ പറ്റൂല എന്ന് പറയും, അല്ലേ? അങ്ങനെയാണ്. നമ്മുടെ കച്ചവടക്കാർക്ക് എത്ര ഉണ്ട് ഇവിടെ? നല്ല റാഹത്തിൽ കച്ചവടം നടക്കുമ്പോൾ ആരെങ്കിലും വല്ല വിവരം പറയോ? ഇല്ല. കച്ചവടം അങ്ങ് മോശമായേക്കണം, നാട്ടുകാർ മുഴുവൻ അറിയും. കച്ചവടം എല്ലാം ആകെ മാർക്കറ്റ് ഡൗൺ ആണ്, എല്ലാവരും അറിയും, അല്ലേ? ഗൾഫിലൊക്കെ അങ്ങനെയാണ്, നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ്. വലിയ പൈസക്കാരാണ്, റാഹത്താണെന്നൊക്കെ പറഞ്ഞ് നടക്കണവരടുത്ത് ഒരു റെസീറ്റ് നോക്കിയിട്ട് ചെന്നാൽ മനസ്സിലാക്കാം ഓരോ പായര എത്രയാണെന്ന്, അല്ലേ? നമുക്ക് പള്ളിക്ക് ഒരു പിരിവുണ്ട്, ഒരു 100 രൂപ തരണേ എന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കാനുണ്ട്, ഇവിടെ കൊടുക്കാനുണ്ട്, അത് കടം, ഇത് കടം. അപ്പം മനസ്സിലാവും യഥാർത്ഥത്തിൽ എന്താ നടക്കുന്നത് എന്ന്. അതുവരെ നമുക്കറിയാൻ പറ്റൂല.
അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നവർ. നിനക്ക് പ്രയാസമുണ്ടെങ്കിലും അള്ളാഹുവിന് വേണ്ടിയല്ലേ, പടച്ചോൻ തരും. കുറച്ച് ലാഭമൊക്കെ കുറവാണ്, എന്നാലും സാരമില്ല, അള്ളാഹു എനിക്ക് തരും, ഇതിന്റെ ബറക്കത്ത് അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണ്, എടുത്തോളൂ എന്ന് പടച്ചതമ്പുരാന് വേണ്ടി ദാനം ചെയ്യാനുള്ളൊരു മനസ്സ് അത് അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്കേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് وَمِمَّا رَزَقْنَاهُمْ يُنْفِقُونَ. നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. ആ ബോധം മുഅ്മിനേ വരുള്ളൂ. മറ്റേത് ഞാൻ ഉണ്ടാക്കിയതിൽ നിന്ന് ചെലവഴിക്കുകയാണെന്ന് അവർക്ക് തോന്നുക. ഇത് എനിക്ക് നൽകപ്പെട്ടതാണ്, ഇത് എനിക്ക് നൽകപ്പെട്ടതാണ്, അള്ളാഹു തന്നതാണ്, അതിൽ നിന്നാണ് ഞാൻ ചെലവഴിക്കുന്നത് എന്ന് തോന്നുന്നത് മുഅ്മിന് മാത്രമേ ഉള്ളൂ. അല്ലാത്തവർക്ക് തോന്നൂല, നിന്റെതല്ലേ, ഞാൻ അധ്വാനിച്ചതല്ലേ എന്ന്. അള്ളാഹ് അതുകൊണ്ട് അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളം, ഒരുപക്ഷെ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം, ഈ ലോകം അനുഭവിക്കാൻ അള്ളാഹു ഒരു മനുഷ്യന് അവസരം കൊടുക്കുന്നില്ല. ഈ ലോകം പരലോകത്തിന് ഉപയോഗിക്കാനാണ് അവസരം കൊടുക്കുന്നത്. ഈ ലോകത്ത് ഇവിടെയാണ് സുഖം, ഇതാണ് ജീവിതം, ഇത് അവസാനത്തെ ചാൻസ് ആണ്, ലാസ്റ്റ് ചാൻസ്. ചെറുപ്പക്കാരൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്നത്. അടിച്ചു പൊളിക്കുക, ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. ഇത് പറയുന്ന ഐഡിയോളജി, അത്തരം രാഷ്ട്രീയ സംഘടനകൾ ഇത്തരം സ്ലോഗനുമായി കടന്നു വന്ന എല്ലാവരും കയറി കൂടും. എല്ലാവർക്കും അതല്ലേ വേണ്ടത്. റോഡിലൂടെ വണ്ടിയുടെ തോന്നിയ പോലെ ഓടിച്ചോ, റൈറ്റും ലെഫ്റ്റും സിഗ്നൽ ഒന്ന് നോക്കണ്ട എന്ന് പറഞ്ഞാൽ ആൾക്കാർ അതല്ലേ കേൾക്കുള്ളൂ. മറ്റേ അവിടെ ബ്രേക്ക്, അവിടെ നിർത്തണം, ക്യൂ പാലിക്കണം, റെഡ് വന്നാൽ അവിടെ നിർത്തണം, ബ്രേക്ക് ചെയ്യണം, മുമ്പിലെ വണ്ടിനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെ നിയമങ്ങളുണ്ടെങ്കിൽ അത് പ്രയാസമാണ്. ഒരാളെ ഒന്നും അടിച്ച് തെറിപ്പിച്ച് പോയിക്കോ, പക്ഷെ അതുകൊണ്ട് വല്ലതും നടക്കുമോ? താറുമാറാവില്ലേ? ജീവിതം ദുസ്സഹമാവില്ലേ? അള്ളാഹുവിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തല്ലേ? അത് അള്ളാഹുവിന്റെ നിയമങ്ങളെ അനുസരിക്കുകയല്ലേ നമ്മൾ വേണ്ടത്? അതിനല്ലേ അള്ളാഹു കാരുണ്യവാനായ റബ്ബ് ഖുർആന്റെ ആയത്തുകൾ, സൂറകൾ ആരംഭിക്കുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് കാരുണ്യവാനായ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന നിയമങ്ങളാണ്. ഇത് ക്രൂരനായ പടച്ചവനല്ല നിങ്ങളോട് ഇത് പറയുന്നത്. കാരുണ്യവാനാ പറയുന്നത്, നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയാണ് നിങ്ങൾ നിസ്കരിക്കണേ എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടാനാണ്. നിങ്ങളോട് അരുത് എന്ന് പറയുന്നത് കാരുണ്യവാനാണ് പറയുന്നത്. നിങ്ങളോട് കുപിതനായ ദേഷ്യപ്പെടുന്ന ഒരു പടച്ചവനല്ല, ഇത് കാരുണ്യവാനാണ് എന്നല്ലേ റബ്ബ് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഈ ലോകം അനുഭവിക്കണം, എന്നാൽ ഇത് സുഖലോലുപതയുടെ ഒരു രംഗമല്ല എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി അള്ളാഹു നൽകുന്നത് അവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമാണ്.